എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു ജേണൽ വീഡിയോ ചെയ്യാം. അങ്ങനെ വെറുതെ ഒരു ജേണലല്ല, ഒരു സ്പെഷ്യൽ ഉണ്ട്. ദാറ്റ് ഈസ് ഡിസംബർ ജേണൽ എന്നോ ക്രിസ്മസ് ജേണൽ എന്നൊക്കെ പറയാം. ഡിസംബർ എന്ന് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരിക തണുപ്പും ക്രിസ്മസൊക്കെ ആയിരിക്കും. അപ്പോൾ പിന്നെ ക്രിസ്മസ് ക്രാഫ്റ്റൊക്കെ നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ജേണലായിട്ട് ഒഴിവാക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ അറിയാലോ, ജേണൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് എന്ത് വേണം? ജേണൽ സപ്ലൈസ് വേണം. സോ നമുക്ക് ആദ്യം തന്നെ അത് ഉണ്ടാക്കാം. ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സാണ് കേട്ടോ ആദ്യം തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ പിൻട്രസ്റ്റിൽ ഒരു ക്യൂട്ട് കവായി ക്രിസ്മസ് സ്റ്റിക്കേഴ്സ് അടിച്ചു കൊടുത്തപ്പോൾ കിട്ടിയ കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ എനിക്ക് വരക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ നോക്കിയിട്ട് വരച്ചു. ചിലതൊക്കെ പാളിയിട്ടുണ്ടായിരുന്നു. സ്നോമാൻ ഒന്ന് കിടന്നുകൊണ്ടാണ് വേറെ ഒന്ന് വരച്ചിട്ടുള്ളത്. പിന്നെ ബോ കുറച്ച് വലുപ്പം കൂടിയതുകൊണ്ട് താഴെ ചെറുതാക്കി ഒന്ന് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഒരു ബ്രൈറ്റായിട്ട് അങ്ങനെ നിൽക്കുന്ന ഒരു ക്രിസ്മസ് ജേണലല്ല, പക്ഷെ ഒരു കവായി ക്രിസ്മസ് ജേണലാണ്. സോ കവായി എന്ന് പറയുമ്പോൾ തന്നെ ഈ എന്താ പറയുക, ഡാർക്ക് കളേഴ്സൊന്നും അധികം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ ഒരു തീമിലാണ് നമ്മൾ കളർ കൊടുക്കുന്നത്. പക്ഷേ റെഡ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ക്രിസ്മസിന് മെയിൻ എന്താ? റെഡും വൈറ്റുമാണ്. അപ്പോൾ റെഡ് ഒഴിവാക്കിയിട്ടുള്ള പരിപാടിയൊന്നുമില്ല. അപ്പം റെഡ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ആ കവായി തീം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചില ലൈറ്റ് കളേഴ്സ്, യെല്ലോ, പിങ്ക്, അങ്ങനത്തെ ലൈറ്റ് കളേഴ്സും കൂടെ യൂസ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഗ്രീനൊക്കെ കേട്ടോ. ഞാൻ ഈ പിക്ചേഴ്സൊക്കെ ജസ്റ്റ് ഫോണിൽ നോക്കിയിട്ട് വരച്ചെടുത്തതാണ്. അപ്പോൾ വരക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ ഈ കോപ്പിയല്ല എന്താ സ്കെച്ച് ചെയ്യുന്ന പോലെ ചെയ്തെടുക്കാം കേട്ടോ. സ്റ്റിക്കേഴ്സ് മെയിനായിട്ട് വേണ്ടത് നമുക്ക് സാൻഡയും ക്രിസ്മസ് ട്രീ ഒക്കെ ആണല്ലോ. അപ്പോൾ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്, പിന്നെ സാൻഡായിട്ട് നമ്മളൊരു ഹെലോ കിറ്റി ഉണ്ട്, പിന്നെ മറ്റേ ക്യാരക്ടർ ഏതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അറിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഒരു ബോ, ഒരു സ്നോമാന്, പിന്നെ നമ്മളെ സാൻഡൻ്റെ വടി, പിന്നെ ഒരു ഗിഫ്റ്റ് ബോക്സും, പിന്നെ ഒരു മാൻകുട്ടിയായിരുന്നു കേട്ടോ. പക്ഷേ മാൻകുട്ടീൻ്റെ മുഖം എന്തോ ഒരു ഐശ്വര്യക്കുറവുണ്ടായിരുന്നു. കണ്ണ് വരച്ചിട്ട് ഒരു എന്താ പറയുക, ഒരിങ്ങനെ ദേഷ്യം പിടിച്ച് നിൽക്കുന്ന മാൻകുട്ടീൻ്റെ ഒക്കെ പോലെ കേട്ടോ. ഒരു ക്യൂട്ട്നെസ് ഇല്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഇടങ്ങാറായി വരച്ചതല്ലേ വിചാരിച്ചിട്ട് ഞാൻ അതിനും കളർ കൊടുത്തിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേ കളറിംഗ് ഒക്കെ കഴിഞ്ഞ ആഴ്ച വെട്ടിയെടുക്കണമല്ലോ. അപ്പോൾ സ്റ്റിക്കേഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുണ്ടാവും. സ്റ്റിക്കേഴ്സായിട്ട് നമ്മൾ വെട്ടുമ്പോൾ എന്ത് ചെയ്യും, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വിട്ടിട്ടാണ് നമ്മൾ വെട്ടാറ്. അപ്പോൾ അങ്ങനെ ഒരു വൈറ്റ് പോർഷൻ ഔട്ട്ലൈൻ വിട്ടിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇത്രയും സ്റ്റിക്കേഴ്സ് നമുക്കിവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. അതാണ് കേട്ടോ ഞാൻ പറഞ്ഞ മാൻകുട്ടി. ഞാനിതെല്ലാം ചെയ്തെടുത്തത് സാധാരണ നമ്മുടെ ഒരു പഴയ നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു പേജിലാണ്. അപ്പോൾ ഇനി നമുക്ക് ജേണൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ ജേണൽ ചെയ്യുന്ന ബുക്ക് എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഞാൻ കയ്യിലുള്ളൊരു പെയിൻറ്റിങ് ബുക്കിലാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു റെഡ് ചാർട്ട് പേപ്പറിൽ ഒരു പീസ് എടുത്തിട്ട് വൈറ്റ്നർ വെച്ചിട്ട് ഡിസംബർ എന്നൊന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പഴയ ബുക്കിൽ നിന്ന് ജസ്റ്റ് കുറച്ച് എഴുതിയൊരു പേപ്പർ കീറിയെടുത്തിട്ട് അതൊരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ കീറിയിട്ട് അതൊന്ന് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നമ്മൾ ട്രീൻ്റെ സ്റ്റിക്കർ അതിൻ്റെ താഴെയായിട്ടും ഒരു സാൻഡ അത് മുകളിലായിട്ട് ഒട്ടിച്ചു. പിന്നെ നമ്മൾ ഈ ജേണൽ സപ്ലൈസ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മീൻസ് വിൻറ്റേജ് ജേണൽ സപ്ലൈസ്. അപ്പോൾ ആ വീഡിയോ കണ്ടവർക്കറിയാം ഈ വാഷി ടേപ്പ് നമ്മൾ അതിലുണ്ടാക്കിയതാണ്. അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് താഴെ ഒട്ടിച്ചു കൊടുത്തു. അതിൻ്റെ ഒരു സൈഡിൽ നമ്മൾ മറ്റേ ഹെലോ കിറ്റിൻ്റെ സാൻഡിനെ ഒട്ടിച്ചു. പിന്നെ മാൻകുട്ടിനെ താഴെ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞാൽ മൊത്തം ഒരു സ്റ്റിക്കറിൻ്റെ കലഹ ബഹളങ്ങളായിരിക്കും. അതുകൊണ്ട് ഞാൻ സ്റ്റിക്കറാണ് ഒട്ടിക്കൽ നിർത്തി. അതായത് നമ്മുടെ സ്നോമാനും പിന്നെ ഗിഫ്റ്റ് ബോക്സ് ഒട്ടിച്ചിട്ടില്ല, ബാക്കിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ 5 രൂപേൻ്റെ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, സ്റ്റാറിൻ്റെ. അതിൽ നിന്ന് കുറച്ച് സ്റ്റാർ എടുത്തിട്ട് അവിടെ ഇവിടെ ഒട്ടിച്ചു. പിന്നെ ഗൂഗിളിൽ നോക്കിയിട്ട് ഒരു ഡിസംബർ കോഡ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഡിസംബറിൻ്റെ ഓരോ സ്പെല്ലിങ്ങും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഡിസംബർ എന്ന് മാത്രം ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഹലോ ഡിസംബറും കൂടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജേണലൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാൻ മറക്കരുത് കേട്ടോ.